പുറം ലോകത്ത് യുദ്ധം അവസാനിച്ചിട്ടും അയാൾ കാട്ടിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തത് 29 വർഷമാണ്. പറഞ്ഞു വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തോട് ഒറ്റയ്ക്ക് പോരാടിയ ജപ്പാനീസ് ഇമ്പീരിയൽ ആർമിയിലെ ഇന്റലിജൻസ് ഓഫീസറായ ഹിരോ ഒനോഡയെ കുറിച്ചാണ്. 29 വർഷം അഥവാ 10,000-ഓളം ദിവസങ്ങളാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒളിച്ചിരുന്ന് അമേരിക്കൻ സൈന്യത്തോട് പോരാടിയത്. 1974 മാർച്ച് മാസം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ട് അന്നേക്ക് 29 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ലോകമെമ്പാടും സമാധാനവും പുരോഗതിയും പടർന്നു തുടങ്ങി. പക്ഷേ ഫിലിപ്പൈൻസിലുള്ള ലുബാങ് ദ്വീപിൽ ഒളിച്ചിരിക്കുന്ന ഭീതിജനകമായ കാട്ടിനുള്ളിലെ ഒരു സൈനികൻ ഇന്നും യുദ്ധം തുടരുകയായിരുന്നു. അവന്റെ യൂണിഫോം എല്ലാം പല ഭാഗങ്ങളിലും കീറിപ്പോയിരുന്നു. എന്നാൽ അവന്റെ റൈഫിളുകളും വാളും അന്നും മൂർച്ചയോടെ തിളങ്ങി നിന്നു. ലോകം സമാധാനം ആഘോഷിക്കുമ്പോഴും പുതിയ നഗരങ്ങൾ പിറക്കുമ്പോഴും ആളുകൾ പഴയ യുദ്ധങ്ങളെ മറന്നുപോയപ്പോഴും ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച ഒരു യുദ്ധം പോരാടിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഇന്നും യുദ്ധം ചെയ്യുന്നത് താൻ 1940-കളിലാണ് നിൽക്കുന്നതെന്നൊരു ചിന്തയിലായിരുന്നു. ശത്രു ഇന്നും തനിക്കായി കാത്തിരിക്കുകയാണെന്നും കാട്ടിൽ നിന്ന് പുറത്തു വന്നാൽ പിടിക്കപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസം. ലോകത്തിനായി രണ്ടാം ലോക മഹായുദ്ധം 1945 അവസാനിച്ചു. എന്നാൽ സാങ്കേതികമായി അവസാന സൈനികൻ കീഴടങ്ങും വരെ ആ യുദ്ധം അവസാനിച്ചില്ല. ഇതുകൊണ്ടാണ് ചിലർ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1970-കളിലാണെന്ന്. ഹിരോ ഒനോഡ 1922 ജപ്പാനിലെ ചെറിയൊരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇന്നത്തെ പോലെ ടെക്നോളജിയുടെയും റോബോട്ടുകളുടെയും ജപ്പാൻ അല്ലായിരുന്നു അന്നത്തെ ആ ഒരു രാജ്യം. ലോകം കീഴടക്കാനുള്ള സ്വപ്നം കണ്ടിരുന്ന ഒരു സൈനിക രാഷ്ട്രമായിരുന്നു അത്. അന്നത്തെ ജപ്പാനിലെ കുട്ടികളെ നടക്കാൻ മാത്രമല്ല പഠിപ്പിച്ചിരുന്നത്, ചക്രവർത്തിയായി മരിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഒനോഡയുടെ ബാല്യവും അതേ ഒരു സൈനിക നിയന്ത്രണത്തിലൂടെയാണ് കടന്നു പോന്നത്. കീഴടങ്ങൽ എന്നൊരു വാക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹം. ഒരുപക്ഷെ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് മരണം എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സമൂഹം. ഒനോഡയും അതേ ഒരു അന്തരീക്ഷത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് ലഭിക്കുന്ന കമാൻഡറുടെ ഓരോ ഉത്തരവും ദൈവത്തിന്റെ കൽപ്പന എന്ന പോലെ വിശ്വസിച്ചും അനുസരിച്ചും അദ്ദേഹം നടന്നു. അങ്ങനെ 1944 രണ്ടാം ലോക മഹായുദ്ധം ഏറ്റവും അതിന്റെ മൂർച്ചയിൽ നിൽക്കുന്ന സമയമായിരുന്നു. ജപ്പാൻ അമേരിക്കയോടും മറ്റ് രാജ്യങ്ങളോടും യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയം. ജപ്പാൻ പരാജയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജപ്പാൻ സൈന്യം അവസാന ശ്രമമായ ഗറില്ല പോരാളികളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇതിൽപ്പെട്ട ഒരാളായിരുന്നു ഹിരോ ഒനോഡ. അദ്ദേഹത്തെ നക്കാനോ മിലിറ്ററി സ്കൂൾ എന്ന പ്രത്യേകം സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ്. അവിടെ ചാരപ്രവർത്തനം, ഇന്റലിജൻസ് ശേഖരണം, കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കൽ, ശത്രുവിന്റെ വാർ സപ്ലൈ സിസ്റ്റം നശിപ്പിക്കൽ, ഇതൊക്കെയായിരുന്നു പരിശീലനം നൽകിയിരുന്നത്. എന്നാൽ ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് തന്റെ കമാൻഡർ നൽകിയ കുറച്ച് ഉത്തരവുകളായിരുന്നു. ഏത് സാഹചര്യത്തിലും കീഴടങ്ങരുത്, ആത്മഹത്യ ചെയ്യാനും പാടില്ല, 3 വർഷമോ 5 വർഷമോ എടുത്താലും ഞങ്ങൾ തിരികെ വരും, അതുവരെ ശത്രുവിനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കരുത്. ഈ 3 വാക്കുകളും ഒനോഡയുടെ മനസ്സിൽ ആ പറഞ്ഞ നീണ്ട 29 വർഷം കെടാത്ത തീയായി മാറി. തുടർന്ന് അദ്ദേഹത്തെ ഫിലിപ്പൈൻസിലെ ലുബാങ് ദ്വീപിലേക്ക് അയക്കുകയാണ്. അവിടെയുള്ള അമേരിക്കൻ സേനയുടെ സപ്ലൈ മാർഗങ്ങൾ തടയുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. 1945 ഒരു ഓഗസ്റ്റ് മാസം ലോകം ആദ്യമായി ആണവായുധ ഭീഷണി നേരിട്ട സമയം. അമേരിക്ക ജപ്പാനിൽ ആണവായുധം ഉപയോഗിക്കുകയാണ്. ഇതോടുകൂടി ജപ്പാൻ കീഴടങ്ങുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്തു. എന്നാൽ കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒനോഡയ്ക്ക് ഇതറിയില്ലായിരുന്നു. അമേരിക്കൻ സേന ജപ്പാനെ കീഴടക്കിയെന്നും യുദ്ധം അവസാനിച്ചു എന്നും എഴുതിയ ഒരു പംഫ്ലറ്റ് കാട്ടിലേക്ക് എറിഞ്ഞു. പക്ഷേ അത് ശത്രുവിന്റെ തന്ത്രമാണെന്ന് ഒനോഡ വിശ്വസിച്ചു. എന്റെ കമാൻഡർ എന്നോട് നേരിട്ട് വന്ന് പറയുന്നതുവരെ താൻ യുദ്ധം ചെയ്യുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഒനോഡയും കൂട്ടുകാരും വർഷങ്ങളോളം ആ കാട്ടിൽ ഒരു ഭൂതങ്ങളെ പോലെ ജീവിച്ചു. പഴം, തേങ്ങ, മോഷ്ടിച്ച അരി, വേട്ടയാടിയ പശുവിന്റെ ഇറച്ചി, ഇതായിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം. അവർ നാട്ടുകാരെയും പോലീസിനെയും ശത്രുവാണെന്ന് കരുതി ആക്രമിച്ചു. വർഷങ്ങളായി നടന്ന ആക്രമണങ്ങളിൽ 30-ലധികം നാട്ടുകാർ കൊല്ലപ്പെടുകയും 100-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒനോഡയുടെ കൂടെയുള്ള ഓരോ കൂട്ടുകാരും പിരിഞ്ഞു പോവുകയും ചിലർ യുദ്ധത്തിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് ഒനോഡ പൂർണ്ണമായും ആ ഒരു കാട്ടിൽ ഒറ്റപ്പെടുന്നത്. ഇദ്ദേഹത്തെ പിടികൂടാൻ പല സൈനിക സംഘങ്ങളും ശ്രമിച്ചെങ്കിലും അദ്ദേഹം
അദ്ദേഹം ഗറീല പരിശീലനത്തിന്റെ സഹായത്തോടെ അദ്ദേഹം അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു. പിന്നീട് ജപ്പാനിൽ നിന്നുള്ള ഒരു 24 വയസ്സുകാരനായ നൊയ്റോ സുസുക്കി ഒനോഡയെ കണ്ടെത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അദ്ദേഹത്തിന് 3 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി ഒരു പാണ്ഡയെ കണ്ടെത്തുക, രണ്ടാമതായി എറ്റിയെ കണ്ടെത്തുക, മൂന്നാമതായി ഹിരോ ഒനോഡയെ കണ്ടെത്തുക. അത്ഭുതം എന്ന് പറയട്ടെ, ഈ പറഞ്ഞ 3 വഴികളിലൂടെയും അദ്ദേഹം 4 ദിവസത്തിനുള്ളിൽ ഒനോഡയെ കണ്ടെത്തി. 1974 ഫെബ്രുവരി 20-ന് ഇരുവരും നേരിൽ കണ്ടുമുട്ടി. ആദ്യം ഒനോഡ വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ നൊയ്റോ സുസുക്കി അദ്ദേഹത്തിന്റെ ജപ്പാനീസ് പേര് വിളിക്കുകയാണ്. ഒനോഡ സാൻ, ജപ്പാനും ചക്രവർത്തിയും നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. എങ്കിലും ഒനോഡ ഇതിന് മറുപടിയായി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: എന്റെ കമാൻഡിംഗ് ഓഫീസർ നേരിട്ട് വന്ന് ഉത്തരവിടുമ്പോഴേ ഞാൻ ഇത് വിശ്വസിക്കുകയുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ച് ജപ്പാനിലേക്ക് കൊണ്ടുവരാനായിട്ട് ജപ്പാനീസ് സർക്കാർ പഴയ കമാൻഡർ ഓഫീസറെ കണ്ടെത്തുകയാണ്. യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയാളെ ലുബാങ് ദ്വീപിലേക്ക് കൊണ്ടുവരികയാണ്. ഒനോഡ തന്റെ പഴയ കമാൻഡറെ കണ്ടപ്പോൾ സല്യൂട്ട് ചെയ്ത് അറ്റൻഷനിൽ നിന്നു. തന്റെ കയ്യിലുള്ള ഒരു ഉത്തരവ് ആ കമാൻഡർ വായിച്ചു. ഓഫീസർ ഒനോഡെ, ജപ്പാൻ യുദ്ധത്തിൽ തോറ്റു. നിങ്ങളുടെ ദൗത്യം ഇതോടെ അവസാനിച്ചു. നിങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിക്കുക. 22-ാമത്തെ വയസ്സിൽ കാട്ടിലേക്ക് പോയ ഒനോഡ അന്ന് തിരിച്ചു വന്നത് 52-ാമത്തെ വയസ്സിലായിരുന്നു. അദ്ദേഹം തന്റെ യൗവനം, സുഹൃത്തുക്കൾ, ജീവിതത്തിലെ മികച്ച വർഷങ്ങൾ എല്ലാം ആ വിശ്വാസത്തിനായി ത്യജിച്ചു. ജപ്പാനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തെ ദേശീയ നായകനായി അവിടെ സ്വീകരിക്കപ്പെട്ടു. എന്നാൽ 29 വർഷങ്ങൾക്ക് ശേഷം മാറിയ ജപ്പാനുമായി അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ അദ്ദേഹം ബ്രസീലിലേക്ക് താമസം മാറുകയാണ്. 1996 അദ്ദേഹം മുമ്പ് യുദ്ധം ചെയ്തിരുന്ന ലുബാഗ് ദ്വീപൊന്ന് സന്ദർശിക്കുകയാണ്. അവിടെയുള്ള നാട്ടുകാർക്കായി സഹായദാനവും സ്കോളർഷിപ്പും ഫണ്ടും നൽകുകയാണ്. 2014 ജനുവരി 16-ന് തന്റെ 91-ാമത്തെ വയസ്സിൽ ഹിരോ ഒനോഡ ടോക്കിയോയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയാണ്. ജപ്പാൻ ഒരുപക്ഷെ യുദ്ധത്തിൽ തോറ്റിരിക്കാം, പക്ഷേ ഒനോഡ എന്ന ഒരേ ഒരു സൈനികനായിരുന്നു യുദ്ധത്തെ ജയിച്ചില്ലെങ്കിലും സമയത്തോട് തോറ്റ മനുഷ്യൻ. അപ്പോ നമ്മുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ദിവസവും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി, കഥകളായി ഇനി നിങ്ങൾക്ക് മുമ്പിൽ സ്റ്റോറിയെ ഉണ്ടാകും. അപ്പോൾ നാളെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം.